ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബനാന റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ബനാന റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു അരമുറി തേങ്ങയോളം നന്നായിട്ട് ചിരകിയെടുത്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ അതിലേക്ക് ഒരല്പം കാഷ്യൂ നട്ട്സ് കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി കൂടെ ഇതിനോട് ചേർക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ 2-3 ഡേറ്റ്സ് ആണ് കേട്ടോ. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് 2-3 പീസായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചതില്ലേ അതുകൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഒരു 4 ഏത്തക്കായാണ് കേട്ടോ. അധികം പഴുത്ത ഏത്തക്കായ എടുക്കാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കിതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു നേന്ത്രക്കായ ഇതുപോലെ എടുത്തതിന് ശേഷം കത്തി കൊണ്ട് ഇതുപോലൊരു വര ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ നേന്ത്രക്കായയുടെ 2 എൻഡിലും തട്ടാത്ത രീതിയിൽ വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. എന്നിട്ട് പതിയെ നമ്മൾ വിരലുകൊണ്ട് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയുടെ ഒരു ഫില്ലിങ്സ് ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ, അത് ഇതുപോലെ നിറച്ച് കൊടുക്കാം കേട്ടോ. മാക്സിമം അതിലേക്ക് കൊള്ളുന്ന അത്ര തന്നെ നമുക്ക് ഈ ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഒരു നേന്ത്രക്കായ ഇതുപോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള നേന്ത്രക്കായ കൂടെ ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 സ്പൂണോളം മൈദ ഇല്ലേ അതാണ് കേട്ടോ എടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കപ്പോളം മൈദ ഇത് വരും കേട്ടോ. പിന്നെ നമുക്കതിനോട് ആവശ്യമുള്ളത് 1 കപ്പോളം അരിപ്പൊടിയാണ് കേട്ടോ. പച്ചരി പൊടിച്ച് വറുത്തതില്ലേ അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം ഫുഡ് കളറാണ്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളറിന് പകരമായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മാവിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് ഈ മാവിനെ റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മാവിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബനാന ഇല്ലേ, ഫില്ലിങ്സൊക്കെ ചെയ്ത് വെച്ചിരുന്ന അതെടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ മാവ് നന്നായിട്ട് സ്പ്രെഡാക്കി കൊടുക്കാം. ഒരു സൈഡിൽ ഈ പഴം വെളിയിൽ കാണാത്ത രീതിയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ മാവ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബനാനയും ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഓയിൽ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ മിക്സൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ബനാന ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഈ ബനാന ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബനാന ഇടുമ്പോഴേക്കും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതേ ഒരു സൈഡ് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മറ്റേ സൈഡൂടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ബനാന റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇതിനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബനാന റോസ്റ്റില്ലേ അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ അപ്പോൾ ഇതേ നമ്മുടെ ബനാന റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്നിനെ എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഡിഷിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.